മോഹൻ സാർ, ഈ വളരെ കൃത്യമായ അന്വേഷണം ഈ വാർത്ത പുറത്തു വന്നയുടൻ തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു നടപടിയാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നുവെന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. അതായത് ഈ കമ്പനി കൈകാര്യം ചെയ്തിരുന്നത് VIP കാർഗോ, മിലിറ്ററി കാർഗോ, ജനറൽ കാർഗോ, ഈ ആക്ടിവിറ്റീസ് ആണ്. ഇത്തരത്തിൽ ഒരു എയർപോർട്ടിന്റെ എല്ലാ തരത്തിലുള്ള വലിയ നിർണായകമായ ഇടപെടൽ നടത്തുന്ന നിർണായക മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സംവിധാനം ഈ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്റ്റാഫിന് ലഭിക്കുകയാണ്. നോക്കൂ, എയർ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എയർവേസ് ആവട്ടെ, അവിടെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഏതെല്ലാം വിധത്തിലുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സമഗ്ര ചിത്രം എടുത്തതിന് ശേഷമാണ് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇത്ര തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകളെ നിയോഗിക്കുന്നത്. ഈ സെലബിയൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ എവിടെയുള്ളവരാണ്? യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകൾ തന്നെയാണോ എന്നത് പോലും വലിയ സംശയം ഉയർത്തുന്ന ഒരു ഘട്ടമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തൊരു സാഹചര്യം? പ്രത്യേകിച്ച് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് മനസ്സിലാകാത്തൊരു സാഹചര്യം എന്താണ്? മാഡം, ഞാൻ തുറന്നു പറയുന്നത് കൊണ്ട് റോണി സാറോ ആരും ഒന്നും വിഷമിക്കാൻ പാടില്ല. ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല, ആദ്യം അത് പറയട്ടെ നിങ്ങളോട് എല്ലാവരോടും. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ ഞാൻ എയർ ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് 33 വർഷം അതിന്റെ ഭാഗമായിരുന്നു. എനിക്ക് റോണി സാറിനോട് ഒരു ചോദിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്, അല്ലാണ്ട് രാഷ്ട്രീയമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ തന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. സാർ, 2008 ഈ കമ്പനിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അവർക്ക് നമ്മൾക്ക് മോരുമ്പുള്ള സംഭാരവും ഭക്ഷണവും സാധനങ്ങളും ഒക്കെ കൊടുത്ത് അവരെ വിളിച്ചു വരുത്തുമ്പോൾ ഇവിടെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 2 സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും നിലവിലുണ്ടായിരുന്നു. അന്ന് ആർക്കും പ്രൈവറ്റൈസ് ചെയ്തില്ല. പക്ഷെ അന്നത്തെ ഗവൺമെന്റിന്റെ ഉദ്ദേശം എയർ ഇന്ത്യയെയും ഇന്ത്യൻ എയർലൈൻസിനെയും എങ്ങനെയെങ്കിലും നഷ്ടത്തിലാക്കി അത് കുത്തുവാള എടുപ്പിച്ച് നമ്മളെ രാജ്യത്തിൽ നഷ്ടാക്കി അപ്പൊ അടുത്ത ലാഭം കൊണ്ടുപോകല്ലോ. എവിടെയെങ്കിലും ഒരു ഇല വീണ വേറൊരു ഇലക്കേറ്റ ഗുണം ഉണ്ടാവും. അപ്പം അതുപോലെ ആ 2 കമ്പനിയെയും നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അന്നത്തെ ഗവൺമെന്റ്, അത് ആരും ആയിക്കോട്ടെ, അതാ ഞാനായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, A or C or B or Z, I am least bothered. ബട്ട് അന്നത്തെ ഗവൺമെന്റ് ഈ ടർക്കിഷ് കമ്പനിയെ ഉള്ളിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും 2 കമ്പനികൾ ഉണ്ടായിരുന്നു. ഈ 2 കമ്പനികളും മനഃപൂർവ്വം നഷ്ടത്തിൽ വെച്ച് നമ്മളുടെ സാമ്പത്തിക ശേഷി, നമ്മളുടെ എല്ലാവിധ സീക്രട്ടും കിട്ടുന്ന ഒരേ ഒരു വകുപ്പ് ശരിക്കും പറഞ്ഞ മാഡം എയർ ഇന്ത്യ ഇതുപോലെ എയർപോർട്ടാണ്. ഈ എയർപോർട്ട് കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഈ രാജ്യസുരക്ഷനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംവിധാനമാണ് എയർപോർട്ട്. അതിന് ഇപ്പൊ അന്നേരം പറയും ഇപ്പം വന്നില്ല ചോദിച്ചൂടെ? അതല്ല ശരി. ടർക്കിഷ് കമ്പനി, ഒരു ടർക്കിഷ് പൗരനായിരുന്ന ഒരാള്, അയാള് ഈ സിവിൽ ഏവിയേഷൻ വ്യോമയാന ഗതാഗത മേഖലയിൽ വളരെ പ്രമുഖനായിരുന്നു. അപ്പം 2022 ടാറ്റ ഈ എയർ ഇന്ത്യ ഏറ്റെടുത്തു. ഗവൺമെന്റിനെ കൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂല. 65,000 കോടി കടം വെച്ചിട്ടാണ് ഈ കമ്പനി ടാറ്റയ്ക്ക് കൊടുക്കുന്നത്. 65,000 കോടി ഗവൺമെന്റിന് താങ്ങാൻ പറ്റൂല. കാരണം ഇതൊന്നും വരുത്തി വെച്ചത് ഇന്നത്തെ ഗവൺമെന്റോ ഒന്നുമല്ല, അത് പഴയ ഗവൺമെന്റ് തന്നെ. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഞാൻ ആ ഗവൺമെന്റിന്റെ കാലത്ത് ഈ ഗവൺമെന്റ് നല്ല സപ്പോർട്ടായി ജോലി ചെയ്തതാണ്. ഈ 65,000 കോടി രൂപ നഷ്ടം വന്ന ഈ കമ്പനി ടാറ്റയ്ക്ക് കൊടുത്തപ്പം രത്തൻ ടാറ്റ അന്ന് പറഞ്ഞു ഒരു ടർക്കിഷ് പൗരൻ അയാൾ ഈ കമ്പനിയുടെ ചെയർമാനായിട്ട് മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഒറ്റ ദിവസം കൊണ്ട് ഇത് ഗവൺമെന്റിന്റെ കാതിലെത്തി. അന്ന് തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ്, അതായത് 2022 3 വർഷം മുമ്പെയാണ് ഇത് നടന്നത്. അന്നേരം പറഞ്ഞു ടർക്കിഷ് പൗരന്മാർക്ക് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഇത് റിഫ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ക്യാമ്പൽ വിൽസൺ എന്ന് പറയുന്ന ഒരു വിദേശി തന്നെയാണ്, പക്ഷെ ഒരാൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അന്ന് അത് ഇന്ന് ഇത് കാണിക്കാനുണ്ടായിരുന്ന ഈ ഗവൺമെന്റിന്റെ ഈ ഒരു ചടുലത അന്നത്തെ ഗവൺമെന്റ് കാണിച്ചിരുന്നുവെങ്കിൽ നമ്മളുടെ പൈസ ഉണ്ടാക്കി, നമ്മളുടെ സാധനം കൊണ്ടുപോയി, നമ്മളുടെ കാശെടുത്ത് അവിടെ കൊണ്ടുപോയി ഡ്രോൺ ഉണ്ടാക്കി പാകിസ്ഥാൻ കൊടുത്ത് പാകിസ്ഥാൻ നമ്മൾ ആക്രമിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരൂലായിരുന്നു. ഇത് രാഷ്ട്രീയമായി കാണാൻ പാടില്ല. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു. ഇപ്പം എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഡിബേറ്റിൽ അത് മറന്നുപോകും. ഞാനിത് 5 ദിവസമായി മാഡം ഞാൻ ഈ പ്രോഗ്രാം എടുത്തിട്ട് ഞാനാണ് ഇത് തുടങ്ങി വെച്ചത്. സത്യം പറഞ്ഞോട്ടെ, എനിക്ക് ഒരുപാട് സെക്യൂരിറ്റി ത്രെട്ടൊക്കെ വരും, ഐ ഡോണ്ട് കെയർ. പക്ഷെ അന്ന് തന്നെ ഞാൻ നിങ്ങളുടെ കണ്ണൂര് ബ്യൂറോയിലുള്ള ഒരു മിഥുൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളോടത്ത് ഞാൻ സംസാരിച്ചു. ഉടനെ അനിൽ നമ്പരുമായിട്ട് സംസാരിച്ചു, ജനൻ ചാനലുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു. 5 ദിവസം കൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തു. അതിന് നന്ദി പറയേണ്ടത് ജനൻ ചാനലിനും അനിൽ നമ്പ്യാർക്കും മിഥുൻ എന്ന
കണ്ണൂർ റിപ്പോർട്ടർ. ഞങ്ങൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട്, ഇന്നലെ നുസ്രത് ജഹാൻ മേഡം ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഒരു രഘുനാഥ് സാർ ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും, നമ്മുടെ അനിൽ നമ്പ്യാർ സാറും എല്ലാരും കൂടി ചേർന്ന് ഒരു ഡിസ്കഷൻ നടത്തി. ഈ ഡിസ്കഷൻ എത്തേണ്ടടുത്തെത്തി, കൊള്ളേണ്ടടുത്ത് കൊണ്ടു. അതെ, 24 വലിയ അഭിമാനം തോന്നുന്ന നിമിഷമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇരിക്കുമ്പോഴത്തേനും ഡീറ്റെയിൽസ് കിട്ടി. അതാണ് പറഞ്ഞത്, മിഷൻ അക്കംപ്ലിഷ്ഡ്, ടാർഗറ്റ് അച്ചീവ്ഡ്. ഇതുപോലെ ഇത്രയും ത്വരിതമായിട്ട് നടക്കുന്ന ഒരു ഗവൺമെന്റ്, ഞാൻ ശരിക്കും പറഞ്ഞ ഐ സല്യൂട്ട് ദിസ്. താങ്ക് യു മാഡം. യെസ്.